ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കേരള പടാവലിയുടെ ചോദ്യോത്തരം നോക്കിയാലോ. പ്രവർത്തനം 1. വായിക്കാം എഴുതാം. സമ്മാനം: ഓണത്തുമ്പികൾ പൂമ്പാറ്റകളും താണുപറക്കും മലയാളം. വാഴപ്പൂവിൻ നല്ലി വിടർത്തി തേന്നുണയുന്നോരണ്ണാനും ചപ്പില ചിക്കി കളപില കൂട്ടി ചെപ്പ് കിളിക്കും മൈനകളും മൂളിമുരണ്ടു വരുന്നൊരു വണ്ടിന് വഴികാട്ടുന്നൊരു പൂങ്കാറ്റും കുഞ്ഞു ചിലങ്ക കിലുക്കിത്തുള്ളി പാഞ്ഞൊഴുകും പൂഞ്ചോലകളും പുത്തനുടുപ്പണിഞ്ഞു ചിരിക്കും പൂമണമേന്തിയ പൂവുകളും അങ്ങകലത്തിരുന്നു ചിരിക്കും കുഞ്ഞേ മുത്തം തന്നേപ്പോ അത്തം പത്തിന് മുത്തം വാങ്ങാൻ മുത്തേ വാവാ മലനാട്ടി. ഇനി നമുക്ക് ചോദ്യം നോക്കാം. മലയാള നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തായിരിക്കും മക്കളെ? കേരളം. അടുത്തത്, വാഴപ്പൂവിന്റെ തേൻ നുണയുന്നത് ആരാണ്? അണ്ണാനല്ലേ. അടുത്തത്, ഈ കവിതയിൽ വണ്ട് വരുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? മൂളി മുരണ്ട്. അടുത്തത്, പൂഞ്ചലകളുടെ പ്രത്യേകത എന്താണ്? എന്താണ് മക്കളെ? ചിലങ്ക കിളിക്കുന്നു അല്ലേ. അടുത്തത്, പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? പൂവ്. അടുത്തത്, പ്രവർത്തനം 2 ജീവചരിത്രക്കുറിപ്പ്. കുഞ്ചൻ നമ്പ്യാർ. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം. പാലക്കാട് കിള്ളിക്കുറിശിമംഗലം. തുള്ളർ പ്രസ്ഥാനം. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. ദീപസ്തംഭം. മഹാശ്ചര്യം. ജനകീയ കവി. ഫലിത സാമ്രാട്ട്. കൃതികൾ: ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, സഭാപ്രവേശനം. കീചകവധം. കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ. കുഞ്ചൻ നമ്പ്യാർ കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവിയും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാർ പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്ത് കിള്ളിക്കുറിശിമംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ ജനിച്ചു. 1700-നും 1770-നും ഇടയ്ക്കാണ് ജീവിതകാലമെന്ന് കരുതപ്പെടുന്നു. കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിനടുത്തുള്ള കലമ്പലി ഇല്ലത്തിലെ ഒരു നമ്പൂതിരിയായിരുന്നു പിതാവ്. കുട്ടിക്കാലത്ത് കിടങ്ങൂരും കുടമാളൂരും താമസിക്കാനിടയായ കുഞ്ചൻ നമ്പ്യാർ പിന്നീട് അമ്പലപ്പുഴ രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിൽ താമസിച്ചു. പിന്നീട് മാർത്താണ്ഡവർമ്മ അമ്പലപ്പുഴ കീഴടക്കിയപ്പോൾ മാർത്താണ്ഡവർമ്മയോടൊപ്പം നമ്പ്യാർ തിരുവനന്തപുരത്തെത്തി. വാർദ്ധക്യത്തിൽ അമ്പലപ്പുഴയിൽ തിരിച്ചെത്തിയ കുഞ്ചൻ നമ്പ്യാർ 1770 ആണ്ടോടടുത്ത് മരണമടഞ്ഞു. 40-ലേറെ തുള്ളൽ കൃതികൾ ഇദ്ദേഹം രചിച്ചതായി കരുതപ്പെടുന്നു. രുക്മിണീ സ്വയംവരം, സ്വാമന്തകം, അഹല്യാമോക്ഷം, രാവണോദ്ഭവം, കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, സഭാപ്രവേശം, പുളിന്തിമോക്ഷം, കീചകവധം, ദക്ഷയാഗം, സുന്ദോപസുന്ദോപാഖ്യാനം തുടങ്ങിയവയാണ് കുഞ്ചൻ നമ്പ്യാർ രചിച്ച തുള്ളൽ കൃതികൾ. അടുത്തത്, പ്രാചീന കവിയത്രത്തിൽ ഉൾപ്പെടാത്തതാരെ? ചെറുശ്ശേരി വള്ളത്തോൾ കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ. അപ്പൊ ആരായിരിക്കും മക്കളെ? വള്ളത്തോൾ. അടുത്ത പ്രവർത്തനം 3 സംഭാഷണം. കിളിയാർ കാവൽ കിടന്ന കൂടിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? സങ്കല്പിച്ചെഴുതുക. അടുത്ത പ്രവർത്തനം 4 വിശകലനക്കുറിപ്പ്. പാരിടമെന്നായി കാണും നേട്ടം പാറട്ടെ മീതെയൻ കൊച്ചുപട്ടം. ഏകലോകം എന്ന ആശയത്തെയാണല്ലോ പട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എന്തായിരിക്കും മക്കളെ? ലോകം ഒന്നാണ് എന്ന മഹത്തായ സന്ദേശമാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നൽകുന്നത്. ആകാശത്ത് ഉയരെ പാറുന്ന പട്ടത്തിന് ലോകത്തെ ഒന്നായി കാണാൻ കഴിയും. പലതരം ആളുകൾ, പല ഭാഷകൾ, പല ജീവിത രീതികൾ എല്ലാം ഉണ്ടെങ്കിലും ലോകം എല്ലാവരും ചേർന്ന ഒരു വീടാണ്. നമ്മുടെ മനസ്സും പട്ടത്തിന്റെ മനസ്സ് പോലെയായാൽ ലോകം കൂടുതൽ സുന്ദരമായി മാറും. അടുത്ത പ്രവർത്തനം 5 കുറിപ്പ്. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം, ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗത്തിൽ ഡോക്ടർ ഭീമിനുണ്ടായ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീടിനു ചുറ്റുമുള്ള വിവിധ കാഴ്ചകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ഒരു ദിവസം രാവിലെയാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ തൊട്ടു മുമ്പിൽ അവൾ ഇരിക്കുന്നു. അവൾ എന്നാൽ ഒരു ഇരട്ടത്തലച്ചി. എൻ്റെ മുറിയുടെ ജനാലയോട് ചേർന്ന് 2 മുല്ലവള്ളികൾ പടർന്നിട്ടുണ്ട്. കയറിൽ ചുറ്റിക്കയറിയിരിക്കുന്ന ചെറിയ മുല്ലവള്ളികൾ. അതിലൊന്നാണ് അവൾ ഇരുന്നിരുന്നത്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഓഹോ, കൂട്ടിലാണ് ഇരിപ്പ്. മുട്ടയ്ക്ക് അടയിരിക്കുകയാണോ? ഞാൻ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടും അവൾക്ക് യാതൊരു കുലുക്കവുമില്ല.
ഒരു ചിരട്ട മലർത്തിവെച്ചതുപോലെയാണ് കൂടിന്റെ ആകൃതി. ഒരു ചിരട്ടയുടെ വലിപ്പമേ ഉള്ളൂ കൂടിന്. ചെറിയ വള്ളികളും തെങ്ങോലകളും കൊണ്ടുണ്ടാക്കിയ കൂട്. ഉള്ളിൽ മിനുസമുള്ള നാരുകളാണ്. ഇരട്ട തലച്ചിക്ക് ഇരിക്കാൻ മാത്രം വലിപ്പമേ കൂടിനുള്ളൂ. അവളുടെ വാല് പുറത്തേക്ക് കിടക്കുകയാണ്. തപസിരിക്കും പോലെയാണ് അവളുടെ ഇരിപ്പ്. കണ്ണു തുറന്നാണെങ്കിലും ഒന്നും കാണുന്നില്ല. വലിയ ഗൗരവം, തികഞ്ഞ ഏകാഗ്രത. തവിട്ടു നിറമാണ് അവൾക്ക്. തലയിൽ മനോഹരമായ കറുത്ത പൂവ്. അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതാണ് അവളുടെ രണ്ടാം തല. ഇരട്ടത്തലച്ചി എന്ന പേര് കിട്ടിയത് പൂവ് കൊണ്ടാണ്. അവളുടെ കവിളിൽ ചുവന്ന മനോഹരമായ ഒരു പൊട്ടുമുണ്ട്. പോരാത്തതിന് അതിന് താഴെ ഒരു വെള്ളപ്പൊട്ടും. പോരേ ഒരുക്കം! ഇവളെ ഇത്ര സുന്ദരമായി അണിയിച്ചൊരുക്കിയ പ്രകൃതി ഒരു കലാകാരി തന്നെ. ഞാൻ ആ മോഹിനിയെ നോക്കിയിരുന്നു പോയി. അടുത്ത ചോദ്യം. ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയിൽ നിന്നാ മക്കളെ? മണ്ണും മനുഷ്യനും. അടുത്ത പ്രവർത്തനം 6 ഡയറി കുറിപ്പ്. പൂവും കൊച്ചുകുട്ടിയും തമ്മിലുള്ള സൗഹൃദമാണല്ലോ കടലോളം സ്നേഹം എന്ന യൂണിറ്റിന്റെ പ്രവേശകത്തിൽ നാം കണ്ടത്. പൂവും കുട്ടിയും തമ്മിൽ ധാരാളം കഥകൾ പങ്കുവച്ചു. പിറ്റേ ദിവസം രാവിലെ പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അത് അവളെ സങ്കടപ്പെടുത്തി. അന്നേ ദിവസം അവൾ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കൂ. ഇന്ന് എനിക്ക് സങ്കടമുള്ള ദിവസമായിരുന്നു. ഇന്ന് എൻ്റെ കൂട്ടുകാരിയായ കുഞ്ഞുപൂവ് കൊഴിഞ്ഞുപോയി. ഞാനും കുഞ്ഞുപൂവും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. മൊട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാത്ത മോഹത്തെക്കുറിച്ചും ആരും കേൾക്കാതെ അമ്മച്ചെടി പാടിയ താരാട്ടിനെക്കുറിച്ചുമൊക്കെ ഉള്ള കഥകൾ പൂവ് എന്നോട് പറഞ്ഞിരുന്നു. പൂവ് പറയുന്ന ബാക്കി കഥകൾ കേൾക്കാൻ പിറ്റേന്നും ഞാൻ ചെടിയുടെ അടുത്തെത്തി. പക്ഷേ ആ പൂവ് കൊഴിഞ്ഞു കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ കരയുന്നത് കണ്ട് അമ്മച്ചെടി എന്നെ സമാധാനിപ്പിച്ചു. അമ്മച്ചെടി എന്നോട് പറഞ്ഞു, നീ കരയല്ല, കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ അമ്മച്ചെടിയോട് ചോദിച്ചു, ബാക്കി കഥ പറഞ്ഞു തരുമോ? അമ്മച്ചെടി ബാക്കി കഥ എനിക്ക് പറഞ്ഞു തന്നു. എന്നാലും കുഞ്ഞുപൂവില്ലാത്ത ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം. എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം. ആരുടെ വാക്കുകളാണിത്? ആരുടെ മക്കളെ? കയ്പവള്ളിയല്ലേ? ഈ പ്രവർത്തനം 3 സംഭാഷണം നമ്മൾ എഴുതാൻ മറന്നുപോയി. നമുക്കത് ചെയ്തു നോക്കാം. ഡാലി: അയ്യോ പാവം, എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി? പെരുമ്പാമ്പിൻ കുഞ്ഞ്: ഒന്നും വയ്യ, തണുക്കുന്നു. ഡാലി: ശ്രദ്ധയില്ലാതെ നടന്നോളും. കുഞ്ഞ്: വഴക്ക് പറയല്ലേ. ഡാലി: വഴക്ക് പറഞ്ഞതല്ല, നീ ശ്രദ്ധയില്ലാതെ നടന്നതുകൊണ്ടല്ലേ ഇപ്പോ ഈ അവസ്ഥയിലായത്. കുഞ്ഞ്: എനിക്ക് തണുക്കുന്നു. ഡാലി: നീ എൻ്റെ അടുത്ത് കിടന്നോ? നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? കുഞ്ഞ്: ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഡാലി: പാവം, എന്നാൽ നീ ഉറങ്ങിക്കോ, ക്ഷീണം മാറും. അപ്പം ഇത്രയാണ് ഇന്നത്തെ എക്സാമിനുണ്ടായ ചോദ്യങ്ങളും ഉത്തരങ്ങളും. നല്ല എക്സാം ആയിരുന്നു, സിമ്പിൾ എക്സാം ആയിരുന്നു. മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.